ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ നേരുന്നു. അപ്പം ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് പൂവിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്കറിയുന്ന ഒരു ചെറിയ ഡിസൈനാണ് കേട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം പൂക്കളം ഞാനൊരു പകുതി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മഴയാണെങ്കിൽ ഇങ്ങനെ ചാറ്റി ചാറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. പൂവിടാൻ തുടങ്ങിയിട്ട് 10 ദിവസമായോ എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. കാരണം കുറച്ച് ദിവസം പെട്ടെന്നായ പോലെയാണ് എനിക്ക് തോന്നിയത് ഉത്രാടമൊക്കെ. കാരണം സ്കൂൾ അടച്ച ഉടനെ തന്നെ ഓണമായല്ലോ. അങ്ങനെ ഞാൻ ഏകദേശം ഇട്ട് കഴിയാനായപ്പോഴേക്കും സച്ചുവും അച്ഛനും വന്നിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ നിറയെ ബൗൾസ് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റും വെച്ച് കൊടുത്ത് നോക്കുകയാണ് കേട്ടോ ഭംഗിയുണ്ടോയെന്ന്. സച്ചുവിന് പിന്നെ പൂവിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് അവന് തന്നെ ഇടണം കേട്ടോ. വന്നില്ലെങ്കിൽ വരില്ല, കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് മുഴുവനും ഇടുകയും വേണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂക്കളം. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണേ. അങ്ങനെ പിന്നെ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴേക്കും അമ്മ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് വറ്റിച്ചെടുക്കണം. പിന്നെ അപ്പുറത്ത് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ പായസത്തിനുള്ള ചൗവരിയും ഒക്കെ തിളപ്പിക്കുകയാണ് അമ്മ. അപ്പോൾ ഉത്രാടം ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലാണ് കേട്ടോ സദ്യ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഞാൻ വേഗം നൂൽപുട്ടും ചമ്മന്തിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ മോരുകറിക്കുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പായസത്തിനുള്ള പാലും ഒക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചടിയിലേക്കുള്ള മോരും തേങ്ങയുടെ അരപ്പൊക്കെ അമ്മ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ അന്ന് ഉണ്ടാക്കാത്ത വിഭവങ്ങളാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പച്ചടി ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയപ്പോഴേക്കും അമ്മ എൻ്റെ അടുത്ത് എല്ലാം പാത്രത്തിലേക്ക് ആക്കി വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചിപ്സിൻ്റെയും ശർക്കര വരട്ടിയുടെയും ഒക്കെ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സദ്യ വിളമ്പാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇലയിലേക്ക് ഫസ്റ്റ് ഉപ്പാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഉപ്പേരിയും ശർക്കര വരട്ടിയും പാവയ്ക്ക കൊണ്ടാട്ടവും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അച്ചാറും അതേപോലെ തന്നെ ഇഞ്ചിപ്പുളിയാണ് കേട്ടോ വിളമ്പി. പിന്നെ ബീട്രൂട്ട് പച്ചടി വിളമ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ചോറും മോര് കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ അവിയലിൻ്റെ ഒക്കെ കുറവുണ്ട്. അപ്പോൾ മടുപ്പ് വരണ്ട വെച്ചിട്ട് അതൊക്കെ നാളെ ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ചെറുതായിട്ടൊരു സദ്യയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. കുട്ടി സദ്യയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പായസം ഇന്ന് സേമിയ പായസമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സദ്യ കഴിച്ചതിൻ്റെ ഫുൾ മൂഡിലാണ് കേട്ടോ സച്ചു ഇവിടെ ഇരുന്നിട്ട് ഡാൻസ് കളിക്കണതേ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞതാ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാളെ തിരുവോണം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പുറകിലുള്ള പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് കുറച്ച് പച്ചക്കറികൾ പറിക്കുകയാണ് കേട്ടോ. അപ്പോൾ പടവലങ്ങ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പയർ, മുളക്, പാവയ്ക്ക, തക്കാളി ഇതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം അമ്മ അത് ഓരോന്നായിട്ട് പറിച്ചിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഫുൾ അച്ഛനാണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ട് നന്നായി നോക്കുന്നതും എല്ലാം. അപ്പോൾ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും കുറേ പച്ചക്കറികളെല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ മഴയായതുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. കുറേയൊക്കെ പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അമ്മ അതൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അച്ഛൻ്റെ കയ്യിൽ. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ള തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നു. ഈ തക്കാളി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ്. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഇറങ്ങി വന്നത് ചേന പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചേന നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് കഴുകി എടുക്കുകയാണ്. അപ്പോൾ നല്ല മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഓണമൊക്കെ മഴയിലായി പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോഴേക്കും ചായയും ചിപ്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വള നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം അങ്ങനെ മുത്തച്ഛൻ ഞങ്ങളെ ഓണക്കോടി എടുക്കാനായിട്ട് കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ തിരിച്ചു വന്ന് മേലൊക്കെ കഴുകിയിട്ട് വൈകിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മ ഇന്ന് നേരത്തെ തന്നെ നമുക്ക് പൂക്കളും പച്ചക്കറികളൊക്കെ ഒരുക്കി വെക്കുകയാണെങ്കിൽ നാളെ പെട്ടെന്ന് പണി തീരുമല്ലോ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ ഒരുക്കി വെച്ചു. ശേഷം ഞങ്ങളിതാ നാളേക്കുള്ള ഫുഡിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചു നമ്മുടെ ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഞങ്ങളുടെ ഒപ്പം കൂടാൻ കാണിച്ച മനസ്സിന് തന്നെ അവനൊരു ബിഗ് അപ്രിഷ്യേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ചെറുപ്പത്തിലേ തന്നെ നമ്മളിതൊക്കെ ശീലിപ്പിക്കുകയാണെങ്കിൽ അവർ വലുതാകുമ്പോഴും നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. ഇനി നാളെ രാവിലെ എഴുന്നേൽക്കണമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.